ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമാണോ? ഇന്നിവിടെ മൺഡേ മോർണിംഗ് ആണ്. എനിക്കും ഷുക്കൂറിനും ഒരു 2 വീക്സിന് ശേഷം ഒരുമിച്ച് കിട്ടുന്ന ഒരു ദിവസമാണ് ഇന്ന്. ഇന്നലെ എനിക്ക് ഉറക്കം വന്നില്ല. ലിറ്ററലി ഞാനൊരു 5 മിനിറ്റ് പോലും ഉറങ്ങിയില്ലെന്ന് തന്നെ പറയാം. അതുകൊണ്ട് തന്നെ വെറുതെ കട്ടിലിൽ കിടന്ന് സമയം കളയണ്ടെന്ന് ഞാൻ വിചാരിച്ചു. കട്ടിൽ നിന്ന് എണീക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ മനസ്സിൽ തീരുമാനിച്ചായിരുന്നു, എനിക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം. ഒറ്റ ദിവസം ഞാൻ ചെയ്യാത്ത എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം. അല്ലെങ്കിൽ എനിക്കറിയാം ഉറക്കക്കുറവും കൊണ്ടും ചിലപ്പോൾ ടെൻഷനും കൊണ്ടൊക്കെ ആകെ ഇന്ന് മൈൻഡൊക്കെ തകരാറിലാവാൻ ചാൻസ് ഉണ്ടെന്ന്. അപ്പോഴാണ് ഞാൻ ചിന്തിച്ചത്, 2 ആഴ്ച മുമ്പ് ഞാൻ പറിച്ചു വെച്ച ഒലിവ് ഇപ്പോഴും വെള്ളത്തിൽ കിടക്കുന്നുണ്ട്. ഞാനത് 2-3 ദിവസമൊക്കെ കൃത്യമായിട്ട് മാറ്റിയായിരുന്നു. ഏതൊക്കെയോ ഒരു ദിവസങ്ങളൊക്കെ വെള്ളം മാറ്റാൻ മറന്നുപോയി. പക്ഷെ അത് ചീത്തയായിട്ടൊന്നുമില്ല, നല്ല രീതിക്ക് ഇരിക്കുന്നുണ്ട്. ഭയങ്കര ലേസി മൂഡിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തതും ഫിനിഷ് ചെയ്തതും. എന്നിരുന്നാലും ഞാനത് ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്കും സൂര്യനൊക്കെ ഉദിച്ചായിരുന്നു. ഇന്നലെ രാത്രിയോടുകൂടി തന്നെ വീട്ടിലെ എല്ലാ ഗ്രോസറീസും ഇനിയിപ്പോൾ നെക്സ്റ്റ് ഡേയിലേക്കൊന്നും ഇല്ലയെന്ന് ഞങ്ങൾക്ക് 2 പേർക്കും അറിയാവുന്നതുകൊണ്ട് തന്നെ ഷുക്കൂർ എഴുന്നേറ്റ് റെഡിയായപ്പോൾ തന്നെ ഞങ്ങൾ പുറത്തിറങ്ങി അടുത്ത ആഴ്ചത്തേക്കുള്ള സാധനങ്ങളെല്ലാം വാങ്ങി ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്യാമെന്ന് വിചാരിച്ചു. പുറത്തൊരു മോഡറേറ്റ് ക്ലൈമറ്റ് ആയിരുന്നു. അധികം തണുപ്പുമില്ല, അധികം ചൂടുമില്ല. അപ്പോൾ എൻ്റെ കയ്യിൽ ഗ്രോസറി വാങ്ങാൻ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറച്ച് ബാഗ്സൊക്കെ ഉണ്ട്. അത് ഞാൻ ഓൾറെഡി പൈസ കൊടുത്ത് കടയിൽ നിന്ന് വാങ്ങി വെച്ചേക്കുന്നതാണെങ്കിലും എപ്പോൾ ഞാൻ ഗ്രോസറി വാങ്ങാൻ പോയാലും അതെടുക്കാൻ മറന്നു പോകും. പക്ഷേ ഇന്ന് ഞാനത് പുറത്തൊക്കെ എടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ ആദ്യത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് ചെറുതായി എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക എന്നാണ്. അപ്പോൾ ഞങ്ങൾ തൊട്ടടുത്തുള്ള മെക്ഡൊണാൾഡ്സിൽ പോകാമെന്നാണ് തീരുമാനിച്ചത്. അപ്പോൾ പൊതുവേ തിരക്കുള്ളൊരു റോഡാണിത്. പക്ഷേ ഇന്ന് രാവിലെ നേരത്തേക്ക് ആയതുകൊണ്ട് തന്നെ അധികം ആളുകളില്ല. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം, നമ്മുടെ നാട്ടിലുള്ള പോലത്തെ ഇലക്ട്രിക് പോസ്റ്റുകളാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്, വള്ളികളെല്ലാം കാണുന്നത്. നാട്ടിൽ നമ്മൾ ഇലക്ട്രിക് പോസ്റ്റിന് വേണ്ടിയിട്ട് കോൺക്രീറ്റും മെറ്റലൊക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇവിടെ ട്രീറ്റഡ് വുഡ്സ് വെച്ചിട്ടാണ് ഇലക്ട്രിക് ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നത്. പറയുന്നത് മണ്ടത്തരാണോ എന്നറിയില്ല, പക്ഷേ എനിക്ക് ഈ വള്ളികളൊക്കെ കാണുമ്പോൾ ഞാൻ നാട്ടിലാണെന്ന് തോന്നാറുണ്ട് ഇടയ്ക്ക്. ഞങ്ങൾ താമസിക്കുന്നത് ഒരു റീജിയണൽ ഏരിയയിലായതുകൊണ്ടാണ് ഇങ്ങനെ ട്രീറ്റഡ് വുഡ്സ്, ഹാർഡ് വുഡ്സ് വെച്ചിട്ടുള്ള ഇലക്ട്രിക് പോസ്റ്റുകളൊക്കെ കാണാൻ പറ്റുന്നത്. പക്ഷെ പുതിയതായിട്ട് വരുന്ന ഇപ്പോഴത്തെ പോസ്റ്റുകളെല്ലാം കോൺക്രീറ്റും മെറ്റൽസൊക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. കാരണം ഈ മരങ്ങളെല്ലാം തിങ്ങി നിറഞ്ഞ് നിൽക്കുന്നത് കൊണ്ട് അതിൻ്റെ സുരക്ഷയ്ക്കായിട്ട് വേണ്ടിയിട്ട് വുഡ് ഉപയോഗിക്കാറില്ല. അപ്പോൾ ഇത് എനിക്ക് ഇവിടെ വന്നപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കാര്യമായിട്ട് തോന്നി. കാണുമ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് തോന്നിയൊരു കാര്യമായിരുന്നു ഇവിടുത്തെ ഇലക്ട്രിക് പോസ്റ്റുകൾ. അതുപോലെ ഇവിടെ പല സ്ട്രീറ്റുകളിൽ ചെല്ലുമ്പോൾ ഈ ഇലക്ട്രിക് പോസ്റ്റിൻ്റെ മുകളിലുള്ള സ്ട്രീറ്റ് ലൈറ്റിൻ്റെ ഡിസൈനൊക്കെ വ്യത്യസ്തമായിരിക്കും. ഇപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് അങ്ങനെ ഭയങ്കര എസ്തെറ്റിക്കായിട്ടുള്ള സ്ട്രീറ്റ് ലൈറ്റൊന്നുമില്ല. പക്ഷെ ചില സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ അവിടുത്തെ സ്ട്രീറ്റ് ലൈറ്റും അവിടുത്തെ പോസ്റ്റുകളൊക്കെ ഭയങ്കര വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നാറുണ്ട്. എൻ്റെ കയ്യിൽ അതിൻ്റെ വീഡിയോസൊന്നുമില്ല. പക്ഷേ ഇനി എപ്പോഴെങ്കിലും കാണുകയാണെങ്കിൽ അതൊക്കെ വീഡിയോയിൽ പകർത്തണം എന്നാണ് എനിക്ക് ആഗ്രഹം. അപ്പോൾ പറഞ്ഞ കാര്യമൊക്കെ വിട്ടുപോയി. ഞങ്ങൾക്ക് അപ്പോഴത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കിട്ടി. ഞാൻ ഓർഡർ ചെയ്തതൊരു ചിക്കൻ ആൻഡ് ചീസ് ബർഗറും പിന്നെ ഒരു കഫേ ലാറ്റെ ആയിരുന്നു. തീരെ ഇഷ്ടമല്ല ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. കാരണം ഇത് കഴിച്ചെന്നുള്ള കാര്യം ശരിയാണെങ്കിൽ എൻ്റെ വയറ് സ്തംഭിക്കും. പിന്നെ വയറ് ഒന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട് 2 ദിവസമെങ്കിലും എടുക്കും. പിന്നെ ഇന്ന് ഒരുപാട് ഡ്യൂട്ടികൾ ചെയ്യാനുള്ളത് കൊണ്ട് തന്നെ ഈ ഡേ ഈസി ആക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും നമ്മളിങ്ങനെയൊന്നും ചെയ്യുന്നതിൽ കുഴപ്പമില്ല. ചില ദിവസങ്ങളിൽ ഇങ്ങനെ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ടി വരും. ഗ്രോസറിയുടെ ലിസ്റ്റൊന്നും അങ്ങനെ എഴുതി കൊണ്ടുപോകുന്ന ശീലമൊന്നും എനിക്കില്ല. എല്ലാം മൈൻഡിൽ കിടന്നിട്ടുള്ള കളികളാണ്. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു കൊറായ കോൾസിൻ്റെ സൈഡിലുള്ള ഫ്രൂട്ട്സ് ആൻഡ് വെജ് മാർക്കറ്റിലാണ്. ഇവിടെ നമുക്ക് കുറേ വെറൈറ്റി ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിളൊക്കെ കിട്ടുന്നതാണ്. അപ്പോൾ അവിടുന്ന് ഞാൻ കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങി. പൊതുവേ ഞങ്ങൾ 1 വീക്കിലേക്കുള്ള സാധനങ്ങൾ ഒരുമിച്ച് വാങ്ങാറാണ് പതിവ്. ഒരു 1 വീക്കിലോ 1.5 വീക്കിലോ ഞങ്ങൾ വാങ്ങിയ സാധനങ്ങളെല്ലാം കംപ്ലീറ്റായിട്ട് തീരാറുമുണ്ട്. നാട് വിട്ട് മാറിയിരിക്കുന്ന എല്ലാ പെൺകുട്ടികളും എന്നെപ്പോലെ ഒരു മടിച്ചാണോ എന്ന് എനിക്കറിയില്ല. എപ്പോഴും കിട്ടുന്ന ഒഴിവ് സമയങ്ങളിലൊക്കെ നാടിനെ പറ്റി ഓർത്ത് വിലപിച്ച്
അല്ലെങ്കിൽ വെറുതെ ഇരുന്ന് സമയം കളയുന്ന എന്നെപ്പോലെ ഉള്ള ആളുകളും ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള ഓവർ തിങ്കിങ് കാര്യങ്ങളെല്ലാം മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു ദുർബല നിമിഷത്തിൽ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. അതുപോലെ തന്നെ ഇന്നിപ്പോൾ എനിക്ക് തോന്നുന്നു അത് ചെയ്തിട്ടും എനിക്ക് വലിയ മാറ്റങ്ങളൊന്നുമില്ല. എനിക്ക് എന്തെങ്കിലും കൂടുതൽ ചെയ്യണം എന്നൊക്കെ തോന്നി. അങ്ങനെ ഞാനിന്ന് കടയിൽ പോയപ്പോൾ കുറച്ച് ഫോട്ടോ ഫ്രെയിംസ് ആൻഡ് പെയിൻറ്റ്സൊക്കെ വാങ്ങി. ഞാൻ വലിയ വരയ്ക്കുന്ന ആളൊന്നുമല്ല, പക്ഷേ എനിക്കൊരു പിക്ചർ കണ്ടാൽ അത് കോപ്പി ഡൗൺ ചെയ്യാനും കളർ ചെയ്യാനുള്ള പേഷ്യൻസൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഉണ്ടോ എന്നൊന്നും എനിക്കറിയില്ല, കാരണം അത്രയും ഗ്യാപ്പാണ് ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ ഒന്നുമുള്ള കാര്യങ്ങളൊന്നും ഈ അടുത്തിടയ്ക്കൊന്നും ഞാൻ ചെയ്തിട്ടേ ഇല്ല. എന്നാലും ഇന്ന് ഷോപ്പിങ്ങിന് പോയപ്പോൾ ഞാനൊരു ഫോട്ടോ ഫ്രെയിമും കളറൊക്കെ വാങ്ങി. എനിക്കറിയില്ല അതൊന്നും ഞാൻ ചെയ്യുമെന്ന്, പക്ഷെ ഞാൻ വാങ്ങി, എനിക്കറിയില്ല. അപ്പോൾ ഇന്ന് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു. ഡ്രസ്സ് ഉണക്കി അലക്കി വിരിക്കുക, അങ്ങനെ കുറേ കാര്യങ്ങൾ. അതല്ലാതെ കുക്കിംഗ്, ഇതെല്ലാം ചെയ്യാൻ ഒരു പ്രത്യേക മൂഡൊന്നുണ്ട്. അതിന് ഒന്നാമത്തെ കാരണം എന്ന് വെച്ചാൽ രാവിലെ നേരത്തെ എഴുന്നേറ്റതായിരുന്നു. രണ്ടാമത്തെ കാരണം എന്ന് വെച്ചാൽ ഷുക്കൂർ ഇന്ന് ഞാൻ ഒട്ടും ഫോഴ്സ് ചെയ്യാതെയോ റിക്വസ്റ്റ് ചെയ്യാതെയൊക്കെ പുള്ളി രാവിലെ തന്നെ വന്ന് നമ്മുടെ കൂടെ എല്ലാത്തിനും ഭയങ്കര ആക്റ്റീവായിട്ട് നിന്നു. ഷോപ്പിങ്ങിനൊക്കെ വന്നു. അല്ലെങ്കിൽ ഞാൻ തന്നെയാണ് ഇതിനെല്ലാം പോവാറ്. ഇപ്പം നമ്മുടെ കൂടെ ഒരു കൂട്ടും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ചൊരു നല്ലൊരു ഫീൽ കിട്ടുമല്ലോ. അപ്പോൾ ഇന്ന് അങ്ങനത്തെ ഒരു ദിവസമാണ്. പിന്നെ ഒരുപാട് തണുപ്പില്ല, ഒരു മോഡറേറ്റ് ക്ലൈമറ്റും കൂടിയാണ് ഇവിടെ. ഞങ്ങൾ കഴിഞ്ഞ 2 വർഷമായിട്ട് ഒരുപാട് നമ്മുടെ കേരള ഫുഡൊക്കെ ഉണ്ടാക്കലൊക്കെ വളരെ കുറവായിരുന്നു. കാരണം അന്ന് ഞാൻ നിന്നിരുന്നത് ഒരു കിച്ചൺ ഷെയറിങ് ആയിട്ടുള്ള ഒരു സ്ഥലത്തായിരുന്നു. അപ്പം നമുക്കൊരു ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ട് കുക്ക് ചെയ്യുന്നതിന്, നമ്മുടെ ഇന്ത്യൻ ഫുഡ്. പക്ഷേ ഇപ്പോഴാണ് ഞങ്ങളൊരു ഓൺ കിച്ചണുള്ള ഹൗസിലേക്ക് മാറിയത്. അപ്പോൾ ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുക മാത്രമല്ല ചെയ്യുന്നത്, അതിൻ്റെ കൂട്ടത്തിൽ എനിക്ക് കോളേജിലും പോകണം, വർക്കും ചെയ്യണം, പിന്നെ വീട്ടിലെ ജോലികളും, പിന്നെ ഇപ്പോൾ ഡ്രൈവിങ്ങും ഷുക്കൂറിൻ്റെ ലൈസൻസ് പോയതുകൊണ്ട് ഷുക്കൂറിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഒരുപാട് എനർജി വേണം ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുകൊണ്ട് ഞങ്ങളിപ്പോൾ നാടൻ ഫുഡൊക്കെയാണ് കുറച്ച് കാലത്തേക്ക് ഇതാക്കുന്നത്. നമ്മുടെ വീട്ടിലാണെങ്കിൽ, എൻ്റെ വീട്ടിലാണെങ്കിലും ഷുക്കൂറിൻ്റെ വീട്ടിലാണെങ്കിലും എല്ലാ ദിവസവും വേറെ വേറെ കറികളൊക്കെ ഉണ്ടാക്കി, അങ്ങനെയാണല്ലോ നമ്മുടെ നാട്ടിൽ നമ്മൾ ഡിഫറെൻറ്റ് മാച്ചിങ് ആയിട്ടുള്ള കറികളൊക്കെ ഉണ്ടാക്കി മാറ്റുന്നത്. പക്ഷേ ഞങ്ങളിവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ വീക്ക്ലി ആണ് ചേഞ്ച് പിടിക്കുന്നത്. അപ്പം ഞാനിന്ന് ഉദ്ദേശിക്കുന്നത് ക്യാരറ്റ് ആൻഡ് ബീൻസ് പിന്നെ ഒരു കറി ആണെങ്കിൽ എനിക്ക് ഈ ആഴ്ച മുഴുവൻ ആ കറി തന്നെയായിരിക്കും, ആ കറികൾ കൊണ്ട് തന്നെയായിരിക്കും ഞങ്ങൾ ഓടുന്നത്. പിന്നെ നെക്സ്റ്റ് വീക്കാണ് ഞങ്ങൾ മാറ്റി പിടിക്കുകയുള്ളൂ. ഇപ്പോൾ ഒരു 3-4 വീക്സായിട്ട് ഇതൊക്കെ ഉണ്ടാക്കാനാണ് എനിക്ക് മൂടുള്ളൂ. കാരണം ചോറ്, ഒരു കറി, പിന്നെ തോരൻ, ഇങ്ങനെയാണ് ഉണ്ടാക്കാറ്. പക്ഷെ ഞാൻ ഇങ്ങനെയൊന്നും ഇതുവരെ ഈ 2 വർഷത്തിനിടയ്ക്ക് ഇങ്ങനെയൊന്നും ഫുഡ് ഉണ്ടാക്കിയിട്ടില്ല. കാരണം ഞങ്ങൾ ഇതിനു മുമ്പ് താമസിച്ചുകൊണ്ടിരുന്നത് ഞാൻ പറഞ്ഞല്ലോ ഇതുപോലെ കിച്ചൺ ഷെയറിങ് ആയിട്ടുള്ളൊരു സ്ഥലത്തായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഈ മന്തി റൈസ് അല്ലെങ്കിൽ മജ്ബൂസ് റൈസ് അങ്ങനെ ഉള്ള റൈസുകൾ ഉണ്ടാക്കി അതിൻ്റെ സാലഡ് അല്ലെങ്കിൽ മുട്ട പുഴുങ്ങി അങ്ങനെ വെച്ചിട്ട് ഒരാഴ്ച അങ്ങനെ പോകും. പിറ്റേ ആഴ്ചയാണെങ്കിൽ പാസ്ത, അല്ലെങ്കിൽ അതിൻ്റെ ഒപ്പം ചിലപ്പോൾ സാധാ ചോറായിരിക്കും, അല്ലെങ്കിൽ ദോശ, അങ്ങനെയൊക്കെ ഇതായിരുന്നു. പക്ഷേ ഇപ്പോൾ കണ്ടിന്യൂസ്ലി നാടൻ ഫുഡ് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ 3-4 ആഴ്ചയായിട്ടുള്ളൂ. ഉണ്ടാക്കും, പക്ഷേ ഇതുപോലെ പച്ചക്കറി അരിയാനൊന്നും ഞാനങ്ങനെ സമയം ചിലവാക്കാറില്ല. ചിലപ്പോൾ ഇങ്ങനെ ഒരുപാട് കട്ട് ചെയ്ത പച്ചക്കറിയുടെ ഫ്രോസൺ സാധനങ്ങളൊക്കെ ഞങ്ങൾക്ക് മാർക്കറ്റിൽ നിന്ന് കിട്ടുമായിരുന്നു. അതൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഞാൻ പച്ചക്കറിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ എനിക്കിതൊക്കെ ചെയ്യാനൊരു മൂഡുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. പോരാത്തതിന് ഇത് കഴിക്കുമ്പോൾ ശരീരത്തിന് ഭയങ്കര സുഖവുമാണ്. ഞങ്ങൾ ഒരുപാട് നാടൻ ഫുഡൊന്നും ഉള്ള സാധനങ്ങൾ വെച്ച് ഫുഡ് ഉണ്ടാക്കുന്നത്. അതായത് ഞങ്ങൾക്ക് ഇപ്പോൾ ഈ 2 വർഷമായിട്ട് ഞാൻ മിക്സിയൊന്നും വാങ്ങിയിട്ടില്ല, ഇന്ത്യൻ മിക്സിയൊന്നും വാങ്ങിയിട്ടില്ല. പക്ഷേ ഇന്ന് എനിക്ക് തോന്നുന്നു നാട്ടിൽ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു യെല്ലോ കളർ
മീൻ കറി കഴിക്കണം എന്ന് തോന്നുകയാണ്. അപ്പോൾ ഞാൻ അതിന് വേണ്ടി കോക്കനട്ട് പൗഡർ ഉപയോഗിച്ചൊരു ഉഡായിപ്പ് മീൻ കറിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്ന് വെജിറ്റബിൾ കട്ടിങ്ങിനൊന്നും ഷുക്കൂർ വന്നില്ലായിരുന്നു കൂടാൻ വേണ്ടിയിട്ട്. പക്ഷെ മീൻ കറിയുടെ സ്മെല്ലടിച്ചപ്പോൾ പുള്ളി എവിടെന്നോ പറന്നു വന്നു. എന്നിട്ട് ഇതൊക്കെ കണ്ടിങ്ങനെ പുള്ളിക്ക് ഇഷ്ടമാണ് അതൊക്കെ ഉണ്ടാക്കുന്നത് കാണുന്നത്. അപ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്തു ചെറുതായിട്ട്. അപ്പോൾ ഇന്നത്തേക്കും പിന്നെ അടുത്ത ദിവസങ്ങളിലേക്കൊക്കെ വേണ്ടി ഞാൻ ഉണ്ടാക്കിയത് ബീൻസ് ആൻഡ് ക്യാരറ്റ് തോരനും ക്യാബേജ് തോരനും പിന്നെ ഒരു മീൻ കറിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ എന്താ പറയുക, അന്നൊന്ന് ഞാൻ ചെറിയ സാധനങ്ങൾ മുട്ട പുഴുങ്ങിയത് അല്ലെങ്കിൽ ബ്രെഡ് ടോസ്റ്റ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അപ്പം ഉണ്ടാക്കിയുള്ളൂ. ഇതെന്തായാലും ഞങ്ങൾക്ക് ഈ ഒരാഴ്ചത്തേക്ക് ലഞ്ച് ഞങ്ങൾ സ്കിപ്പ് ചെയ്യാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഫുഡൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫുഡായിരുന്നു. ഷുക്കൂർ മീൻ കറിയൊക്കെ ഉള്ളായിരുന്നുകൊണ്ട് ഉണ്ടാക്കി തീരുന്നതിന് മുമ്പേ തന്നെ വിശപ്പ് തുടങ്ങി. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. പുള്ളിക്ക് ഇഷ്ടമായി ഫുഡെല്ലാം. പക്ഷെ പുള്ളി ഫാസ്റ്റ് ഫുഡിൻ്റെ ആളാണ്. നമ്മുടെ കണ്ണ് തെറ്റിയാൽ പുള്ളി എവിടെയെങ്കിലും പോയി കഴിച്ചിരിക്കും, അത് ഉറപ്പാണ്. പക്ഷെ ഇത് കഴിക്കുമ്പോൾ എൻ്റെ അടുത്ത് ഫാസ്റ്റ് ഫുഡിനെ പറ്റിയൊന്നും പുള്ളി പറയുന്നില്ല. പക്ഷെ കുറച്ച് നേരം കഴിയുമ്പോൾ എനിക്ക് അറിയാൻ പറയുന്നത്, കാരണം ഇന്ന് ഡേ ഓഫ് ആയതുകൊണ്ട് തന്നെ പുള്ളിക്ക് എന്തായാലും പുറത്തുനിന്ന് കഴിക്കാൻ പറയും. പക്ഷെ ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് പുള്ളി പറയുമോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ട്. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും പിന്നെയുള്ള ക്ലീനിങ്ങൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം ഇന്ന് ഞാൻ തന്നെയാണ് ചെയ്തത്. കാരണം എനിക്ക് ഇന്നലെ ഉറങ്ങാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു എല്ലാ ജോലിയൊക്കെ കഴിയുമ്പോൾ എനിക്ക് നല്ലോണം ഉറക്കം വരും, ടയേർഡാകുമ്പോൾ എനിക്ക് നല്ല ഉറക്കം വരും എന്ന് വിചാരിച്ച് ഞാൻ തന്നെയാണ് എല്ലാം ചെയ്തത്. അപ്പോൾ ഷുക്കൂറിന് ഡേ ഓഫ് ആയതുകൊണ്ട് പുള്ളി വീഡിയോ ഗെയിമൊക്കെ കളിച്ചിരിക്കുകയായിരുന്നു. വിചാരിച്ച പോലെ തന്നെ ചെറിയ ചൂടൊക്കെ ഉള്ളത് കൊണ്ടും പിന്നെ കുറേ കാര്യങ്ങളൊക്കെ ഇന്ന് ചെയ്തത് കൊണ്ടും എനിക്ക് കുറച്ച് ടയർഡ്നെസ്സൊക്കെ തോന്നി. അതിനുശേഷം ഞാൻ ഉറങ്ങി. കാരണം ഇന്ന് എനിക്ക് നൈറ്റ് ഷിഫ്റ്റ് ഉണ്ട്. രാത്രി ഒരു 11 മണിയാകുമ്പോൾ ഏകദേശം ഈ ദിവസം തീരുന്നതിന് തൊട്ട് മുമ്പ് എൻ്റെ നൈറ്റ് ഷിഫ്റ്റ് തുടങ്ങും. അപ്പോൾ അതിനു മുമ്പ് എന്തായാലും ഉറങ്ങുന്നത് നല്ലതാണ്. അപ്പോൾ ഒരുറക്കമൊക്കെ പാസ്സായി എഴുന്നേറ്റപ്പോഴത്തേക്കും ഷുക്കൂറിന് പുറത്തുനിന്ന് എന്തെങ്കിലും ഹെവി ആയിട്ട് കഴിക്കാൻ ആഗ്രഹമായി. ഉറങ്ങി എഴുന്നേറ്റപ്പോഴത്തേക്കും മഴയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കും എന്തെങ്കിലും മീറ്റ് ഐറ്റംസ് എന്തെങ്കിലും കഴിക്കാമെന്ന് തോന്നി. പുള്ളിക്ക് ഹെവി ആയിട്ടാണ് കഴിക്കുന്നത്, കാരണം പുള്ളിക്ക് എന്തോ സ്ട്രെസ്സെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ സ്ട്രെസ് ഈറ്റിങ്ങിന് വേണ്ടിയിട്ട് ഹെവി ആയിട്ട് കഴിക്കണം. അപ്പോൾ ഞാനും കൂടി ഷെയർ ചെയ്തില്ലെങ്കിൽ വാങ്ങുന്ന ഒരു ഫുഡ് വേസ്റ്റാവും. പിന്നെ എനിക്കും കഴിക്കാൻ താല്പര്യമുണ്ട് കേട്ടോ. അപ്പോൾ നല്ല തണുപ്പും മഴയും എല്ലാം ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അടുത്തുള്ള കബാബോൺ ഹൈയിലാണ് പോയത്. അവിടുന്ന് ഞങ്ങൾ കഴിക്കാൻ ഉദ്ദേശിച്ചത് ഹലാൽ സ്നാക്ക് പാക്കാണ്.
എന്നുവെച്ചാൽ നമ്മുടെ നാട്ടിലെ ലോഡഡ് ഫ്രൈസ് എന്ന് പറഞ്ഞ സംഭവത്തിൻ്റെ മുകളിൽ മീറ്റ്, നമ്മുടെ ചോയ്സിനനുസരിച്ചുള്ള മീറ്റും സാലഡ്സും ഇഷ്ടമുള്ള സാധനങ്ങൾ അവിടെ കൊടുത്തിരിക്കുന്ന ഇതുപോലുള്ള സാലഡ്സും കാര്യങ്ങളൊക്കെ നമ്മുടെ ചോയ്സിനനുസരിച്ച് ഇട്ട് വാങ്ങി കഴിക്കാവുന്ന ഒരു ഫുഡാണ്. ഈ ഫുഡിനോട് ഞങ്ങൾക്ക് ഭയങ്കര റെസ്പെക്റ്റാണ്. കാരണം ഞങ്ങൾക്ക് അങ്ങനെ വലിയ പുറത്തുനിന്നുള്ള ഫുഡ് അഫോർഡ് ചെയ്യാൻ പറ്റാതിരുന്ന സമയങ്ങളിൽ, അതായത് ഒരു 78 hours 80 hours ഒക്കെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ചില മാസങ്ങളിലൊക്കെ ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്നൊരു ഫുഡായിരുന്നു. ഒരുപാട് കഴിച്ചിട്ടുള്ളൊരു ഫുഡാണ്. അതുകൊണ്ട് അതിനോടൊരു പ്രത്യേക റെസ്പെക്റ്റാണ്. ഞങ്ങൾ ഇഷ്ടമല്ല എന്ന് പലവർക്കും അത് ഇഷ്ടമല്ല, പക്ഷേ ഞങ്ങൾ ഇടയ്ക്ക് കഴിക്കാറുണ്ട്. ചില സമയത്ത് സന്തോഷം വരുമ്പോഴും ചില സമയത്ത് ഭയങ്കര സ്ട്രെസ്സ് വരുമ്പോഴൊക്കെ ഈ ഫുഡാണ് കഴിക്കാറ്. അപ്പോൾ ഇവിടുത്തെ ഈ ദിവസം തീരാറാവുന്ന ഒരു സമയം അടുത്തപ്പോഴത്തേക്കും എൻ്റെ നൈറ്റ് ഷിഫ്റ്റിനുള്ള സമയമായി. അങ്ങനെ ഞാൻ റെഡിയായി ഇറങ്ങി. ഒരു ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ട് പുറത്ത്. ഈ സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടുത്തെ ആളുകൾക്ക് അങ്ങനെ വലിയ റെയിനൊന്നും ഇഷ്ടമല്ല. കാരണം എന്താണെന്നറിയില്ല, ഇവിടെ ഒരുപാട് റെയിനൊക്കെ വന്നു കഴിഞ്ഞാൽ ആളുകൾക്കൊക്കെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ആൾക്കാർക്ക് ഇവിടെ റെയിനൊക്കെ വരുമ്പോൾ ഭയങ്കര വിഷമാണ്. പക്ഷെ എനിക്ക് ഇങ്ങനത്തെ ദിവസങ്ങളിലൊക്കെ ഒരു പ്രത്യേക സന്തോഷമുണ്ട്. ഇന്ന് ചെറിയൊരു സങ്കടമുണ്ട്, കാരണം ശുക്കൂർ അവിടെ ഒറ്റയ്ക്കാണ്. ഇന്ന് വേണമെങ്കിൽ ഞങ്ങൾക്കൊരു മൂവിയൊക്കെ കാണാവുന്ന ദിവസമായിരുന്നു, പക്ഷേ അത് നടന്നില്ല, എനിക്ക് വർക്കുള്ളതുകൊണ്ട്. അപ്പോൾ വലിയ കായിക അധ്വാനം ഒന്നുമില്ലെങ്കിലും മെൻ്റലി കുറച്ച് ഡ്രെയിനിങ് ആയിട്ടുള്ള ഷിഫ്റ്റാണ് ഈ നൈറ്റ് ഷിഫ്റ്റ്. അപ്പോൾ നമ്മൾ ഭയങ്കര ക്ഷമയോടും കാര്യങ്ങളോടും വേണ്ടിയിട്ടാണ് ഈ ഷിഫ്റ്റ് ചെയ്യേണ്ടത്. കാരണം രാത്രി റെസിഡൻസ് വിളിക്കും. അപ്പോൾ നമുക്ക് അവരോട് ഏറ്റവും നന്നായിട്ട് വേണം പെരുമാറാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ മൂഡൊക്കെ നല്ല കറക്റ്റാക്കിയിട്ട് വേണം ഈ ഷിഫ്റ്റിന് പോകാൻ. അതുകൊണ്ട് തന്നെ ഇത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഏകദേശം ഒരു വടിയാവാറായിട്ടുണ്ടാവും. കാരണം ഇതിപ്പോൾ എൻ്റെ ഷിഫ്റ്റ് കഴിഞ്ഞ് രാവിലെ ആയ ഒരു വീഡിയോ ആണ് കാണിക്കുന്നത്. ഇതിനകത്ത് ഞാൻ ശരിക്കും പറഞ്ഞാൽ വേറൊരു ലോകത്താണ്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഞാൻ മെൻ്റലി സ്റ്റേബിളല്ല. ഇവിടുന്ന് ഞാൻ വീട്ടിൽ പോണ വഴിക്ക് വേണമെങ്കിൽ വണ്ടി വരെ ഇടിച്ചേക്കാം. കാരണം അത്രയും ഉറക്കം തൂങ്ങിയാണ് ഞാൻ ഇരിക്കുന്നത്. എനിക്ക് ഒന്നും തന്നെ മനസ്സിലാവുന്നില്ല. അപ്പോൾ ചെന്നൈനപ്പം തന്നെ ഓട്ടോമാറ്റിക്കലി കണ്ടഞ്ഞ് ഞാൻ ഉറങ്ങിപ്പോവും. ആ ഒരവസ്ഥയായിരിക്കും നമ്മളെപ്പോഴും ഒരു നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞാൽ. എൻ്റെ അവസ്ഥയാണ് ഞാൻ പറയുന്നത്. എനിക്കെപ്പോഴും ഇങ്ങനെയാണ് ഫീൽ ചെയ്യാറ്. അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവർക്കും താങ്ക് യു.